കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകള്, നിങ്ങളുടെ അപേക്ഷാ ഫോമുകള്, നിങ്ങളുടെ ബാങ്ക് രേഖകള് കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിന്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവര്, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങള്, കാർഷിക ഉൽപ്പന്നങ്ങള് വിറ്റുമാറാതിരിക്കുന്നവര്, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തില് യേശുവിൻ്റെ നാമത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാസുരസുരം നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡ് ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലിനി. ഈ സ്റ്റബിലിനി മെത്താതിന് മുമ്പ് 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്ത് പെട്ടെന്ന് ഒരു പിതാവിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ, 4 അണയൊക്കെ കൊടുക്കുന്നത്. അക്കമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ കുമ്പസാരിച്ച് പാപമോചനം ചോദിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പൊ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പൊ സഭയുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കണേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞേ. കുമ്പസാരിക്കണേന് അച്ഛൻ കുമ്പസാരി കഴിയുമ്പോ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 നാഴി അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലം. അത് ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അല്ലേ? നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പ് ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പ് ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചെമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മീനാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചില്
മീന് തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാശിന് ആവശ്യമുള്ളവരുണ്ടാവും. അവർക്ക് കാശ് കൊടുത്തിട്ട് മീന് വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മൾ ഒരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും, എന്നിട്ട് നമ്മളെ കണ്ട് മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തില്. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികാരം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേല് ഈ അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റിയിടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവര് അത് റിജക്ട് ചെയ്യും. അതിൻ്റെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യും. അപ്പൊ മനുഷ്യന്മാര് വരെ ബാക്ടീരിയ ആണെന്ന് റിജക്ട് ചെയ്യും. അപ്പൊ ഇതുപോലെ നമ്മളീ കയറ്റിവിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റിവിടുന്നത് ദൈവം ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യും. അതെന്താ കാര്യം? നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത്. ആ ബാക്ടീരിയ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥനയിൽ കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഭജനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിന്റെയും ദ്വേഷത്തിന്റെയും ഒക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും.